ഇന്നലത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്നലെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇടയിൽ കൂടെ നല്ല തിരക്കായിരുന്നു. അപ്പം ഇന്നലെ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വ്ളോഗ് അവസാനിപ്പിച്ചിട്ടില്ല. അപ്പം ഇന്ന് നമുക്ക് ഞങ്ങൾ ആദ്യം അമ്മായിനെ കൂട്ടാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം അല്ലേ കുഞ്ഞാവേ? കഴിഞ്ഞിട്ട് വല്യമ്മേനെ വിളിക്കാൻ പോകണം. വല്യമ്മേനെ വിളിച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടേക്കാൻ പോകണം. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ പോയിന്ന് വരും. ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ ഉണ്ട്, കസിൻസ് എല്ലാവരും കൂടെ. അപ്പോൾ അത് നോക്കണം. അമ്മായി ഒലവക്കോട് ഇവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞു. ഞങ്ങളിവിടെ എത്തി. ബസ് ഇറങ്ങി. അതെ, ബസ് ഇറങ്ങി എന്നാണ് പറഞ്ഞത്. എവിടെയാണെന്നൊന്നും കാണാനില്ല കേട്ടോ. കാണാനില്ല. ഇവിടെ ഇല്ലല്ലോ. സ്വീറ്റ് പൊറോട്ട വാങ്ങാൻ പോയിക്കോ. അതെ, എന്തോ ഞങ്ങൾക്ക് വേണ്ടി എന്തോ വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനമാണ് ഗൈസ് ഇവിടുത്തെ സ്വീറ്റ് പൊറോട്ട. കുഴപ്പമില്ല, നമ്മൾ തിന്നുമല്ലോ. അല്ല, നമുക്ക് ഫുഡ് കഴിക്കണം. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ തൽക്കാലം ഇതൊന്നും കഴിക്കുന്നതല്ല. അപ്പം നമ്മളിനി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. സമയം 2 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഊണ് കിട്ടൂല്ലെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. എവിടെ പോണ? മുട്ടിക്കുളങ്ങര അവിടെ ഒരു കുടുംബശ്രീക്കാർ നടത്തുന്ന ഒരു ക്യാൻറ്റീൻ പോലെ ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ് പോണത്. ഫുഡ് കിട്ടൂല്ലെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ മുട്ടിക്കുളങ്ങരയിലുള്ള വനിതാ ക്യാൻറ്റീനിലാണ്. സമയം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഊണ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളിതാ വനിതാ ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറ്, പയറുപ്പേരി, പിന്നെ മത്തൻ്റെ എന്തൊക്കെയോ സാധനം, പിന്നെ മുട്ട ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചെണീച്ചു. കുഞ്ഞണ്ണു മാത്രം കഴിച്ചെണീക്കുന്നില്ല. എന്താ കുഞ്ഞണ്ണു കഴിഞ്ഞില്ല? ടേസ്റ്റ് ഉണ്ടോ? എൻ്റെ ടേസ്റ്റ് തന്നെ കുഞ്ഞണ്ണു എണീക്കാൻ തോന്നുന്നില്ല. അവിടെ ഞങ്ങൾ കുറേ നിർബന്ധിച്ചതിന് ശേഷം കുഞ്ഞണ്ണു ഇലയൊക്കെ എടുത്തിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ഫിഷൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഫിഷ് കഴിക്കാനായിട്ടാണ് ശരിക്കും പോയത് അല്ലേ? പക്ഷേ ഫിഷ് കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് വന്നവർക്ക് ആർക്കും ഫുഡ് കിട്ടിയില്ല. ചോറ് കഴിഞ്ഞു എന്ന് പറഞ്ഞ്. പിന്നെ അവിടുത്തെ ആൻറ്റിമാരൊക്കെ നല്ല സ്നേഹമുള്ളവരായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വേണോ ചോദിക്കലും കുട്ടീൻ്റെ അടുത്ത് കുറേ നല്ല സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നല്ല ചൂടാണ്. അപ്പോൾ വല്ല കരിമ്പൻ ജ്യൂസ് കട ഉണ്ടോ നോക്കിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് കരിമ്പൻ ജ്യൂസ് കിട്ടി. ഇവിടെ ഞങ്ങൾ കട കണ്ടു. അപ്പോൾ കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ നിൽക്കുക. കുഞ്ഞണ്ണു, ഈ കൊടും ചൂടിൽ ഈ തണുത്ത ജ്യൂസ് കിട്ടിയപ്പോൾ എന്ത് ഫീൽ ചെയ്യണു? സമാധാനമായി എനിക്ക്. നല്ല ചൂട്, സാധനം അടിപൊളി. ഞങ്ങളപ്പോൾ വല്യമ്മേനെ വിളിച്ചു. ഇനി ഇവിടെ ഞങ്ങൾ പോവാണ് അമ്മമ്മയുടെ വീട്ടിലേക്ക്. ഞുഞ്ഞും എല്ലാം ബാഗിക്ക് മാറിയതാണോ? ഇപ്പോൾ മംഗലാപുരത്ത് വന്നിട്ട് ഞങ്ങൾ അമ്മായിനെ കൂട്ടി. മാമ അതോ ടാറ്റയൊക്കെ തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു. മാമ മംഗലാപുരത്ത് അമ്മായിനെയും കൂട്ടിയിട്ട് ഞങ്ങളിതാ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് നിറച്ച് കടിയാണ് ചായക്കടയിൽ ഇരിക്കുന്നത്. എന്താ കുഞ്ഞാവ് എടുത്തേക്കണ്? കുഞ്ഞാവയ്ക്ക് ഉഴുന്നോടെ. ഞങ്ങൾ ആദ്യം തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയൊക്കെ എത്തുമെന്ന് അറിയില്ല. അമ്മായിക്ക് എന്തായിരുന്നു? പത്തിരിയും അതേപോലെ എന്താ വാങ്ങിച്ചത് അമ്മായിക്ക്? പൊക്കവടിയും. ഇത്രയും ചൂടുള്ള സമയത്ത് ഞങ്ങൾ നല്ല ചൂടുള്ള ചായയും കുടിച്ചിട്ടാണ് വരുന്നത്. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് നൈറ്റ് റൈഡ് പോവാണ്. ആരാ വണ്ടി എടുക്കണമെന്നറിയോ? നമ്മുടെ സ്വന്തം അബി ആദ്യമായിട്ടാണ് വണ്ടി എടുക്കുന്നത്. അതിന് ചെറുതായിട്ടുള്ള പേടി ബാക്കിലുള്ളവർക്കൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കില്ല. അബി പാനിപ്പൂരി കഴിക്കാൻ വന്നിരിക്കുകയാണ്. കുഞ്ഞണ്ണൂന് ഒരു ആഗ്രഹം, പാനിപ്പൂരി കഴിക്കണം. അപ്പൊ ഒന്നും നോക്കില്ല, അങ്ങോട്ട് പോന്നു.
ഒരു കാളനും കൂടി. ഇരുന്ന് നക്കുന്നു കുട്ടി. പാനിപ്പൂരിയും കാളനൊന്നും കഴിച്ചിട്ട് ഞങ്ങളുടെ വയറ് നിറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് എവിടേക്ക് വന്നിരിക്കുകയാണ്? ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. മിഞ്ഞു, യെസ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഒരു ടേബിളാണ് കേട്ടോ സംഭവം. ഇതിൻ്റെ സെൻറ്ററിൽ നോക്കൂ, സംഭവം കൊള്ളാലേ, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. തിന്ന അത് തന്നെയാണ് പണി. ഇപ്പോ എപ്പോ നോക്കിയാലും കഴിക്കലാണ്. ഇന്നത് എത്രാമത്തെ കോഫിയാ കുഞ്ഞിന്? എത്രാമത്തെ കോഫിയാ? ഇന്ന് വൈകുന്നേരം മാത്രം ഇത് രണ്ടാമത്തെ കോഫിയാണ്. രാവിലെ കട്ടനായിരുന്നു. ഞാൻ കുടിച്ചിട്ടില്ല. ഞാനും കുടിച്ചു രാവിലെ എണീച്ചു. അപ്പം മൊത്തത്തിൽ 3 കോഫി. ഈ സ്വത്തുമ്മ ഇവിടെ എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സ്വത്തുമ്മ ആലോചിച്ചുകൊണ്ടിരിക്കണേ? വിശപ്പുണ്ടോ വെച്ചില്ല, പക്ഷെ തിന്നണത് മൊത്തം എവിടേക്ക് പോകണമെന്ന് അറിയില്ല. എപ്പോ തുടങ്ങി തീറ്റ കുഞ്ഞാവേ നമ്മള്? ഞങ്ങൾ രാവിലെ തുടങ്ങിയത്. ഞങ്ങൾ വൈകുന്നേരത്തെ ഞാനും മേഘും കൂടി പോയിട്ട് ചായയും ഉഴുന്നുവട, സമൂസ, മുട്ട ബജ്ജി. തെരിയില്ലേ? നമ്മളിന്ന് രാവിലെ എന്താ കാട്ടി? രാവിലെ ഒരു തവണ ദോശ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് അവിടെ ഇരുന്നുള്ളൂ. അപ്പത്തേന് രണ്ടാമത് പിന്നെയും ദോശ ഉണ്ടാക്കാൻ പോയി, പിന്നെയും കഴിച്ചു. അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചു. പിന്നെ അമ്മായി കൂട്ടി നേരെ പോയി എന്തായിരുന്നു, എവിടെയായിരുന്നു? എന്തായിരുന്നു? വനിതാ ക്യാൻറ്റീനിൽ അവിടെ പോയി. നല്ലതായിരുന്നു. ചോറ്. ഞങ്ങൾ പോയപ്പോഴേക്കും മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഗൈസ്. അടുത്ത ഞങ്ങൾ ഓർഡർ ഫ്രൈസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ലിയമ്മ ഞങ്ങൾക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശയും ചിക്കൻ കറിയും, അതും കഴിക്കണം. രാവിലെ അമ്മായിയുടെ വക, രാവിലെ കുഞ്ഞണ്ണൂന്റെ അമ്മായിയുടെ വക, രാത്രി എൻ്റെ അമ്മായിയുടെ വക. രാവിലെ എൻ്റെ അമ്മയുടെ വക. ഗൈസ്, ഇവിടെ ഒരു കുറുമ്പി തെറ്റിയിട്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് നമുക്ക് ചോദിച്ചു നോക്കാം. എന്തിനാണ് തെറ്റിയിരിക്കുന്നത്? ഗൈസ്, നമ്മുടെ ഓർഡർ ഫ്രൈസ് എത്തിയിട്ടുണ്ട്. കുഞ്ഞിനോന് ശരിക്കും സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല. കുഞ്ഞിനെ മാന്തി കഴിക്കും, കൈ കൊണ്ട് തന്നെ മാന്തി കഴിക്കും. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിച്ച് വായിലെത്തിയത് അതിനുമ്പ് നല്ല ടേസ്റ്റ് എന്നൊക്കെ എനിക്ക് കിട്ടത്. കൊള്ളാം. എങ്ങനെയുണ്ടാക്കും? സത്തുമ്മയ്ക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? വന്നതും അറിഞ്ഞില്ല, കഴിഞ്ഞതും അറിഞ്ഞില്ല, പ്ലേറ്റ് മാത്രം ബാക്കി. നീ എന്താണ് ചീട്? അബിയുടെ കഴിവാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കത് അപ്പുന്റെ അപ്പൂന് കൈ വറക്കാണ്. ഇനിയോ? നാലാണല്ലോ. ഒരാള് സിംഗിളാണ് കേട്ടോ. ഒരാള് സിംഗിളാണ്. അപ്പൂനെപ്പോലെ. ഇതുപോലെയുള്ള വട്ട് കേസുകൾ നിങ്ങളുടെ ഫാമിലിയിലുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. അപ്പൊ ഇത് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ ഇത്? എന്താ ഉദ്ദേശിച്ചു കൂട്ടി? പോയി തകർക്കുന്ന സ്വയം പറയുന്ന ക്രിയേറ്റീവ്. അല്ല, നമുക്ക് ഇവിടുന്ന് പോണ്ടേ? ഒരു മെല്ലെ വന്നാ അടുത്ത് ഇവിടെ തല്ലാവൂട്ടോ. പോവാ. അബിക്ക് ഇവിടുന്ന് പോവാൻ ഒട്ടും താല്പര്യമില്ല തോന്നുന്നു. ഇവർക്ക് ഇവിടുന്ന് പോവാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പൊ പിന്നാലെ ഇവരൊക്കെ വരുന്നു വിചാരിക്കുന്നു.
ഗൈസ് സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അത്ര റേറ്റ് ഒന്നുമില്ല. ഈ ഷോപ്പ് വരുന്നത് വള്ളിക്കോട് ജംഗ്ഷനടുത്താണ്. അപ്പോൾ ഈ വഴി പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ലോഡർ പ്രൈസ് ആണെങ്കിലും കോഫി ആണെങ്കിലും. കുഞ്ഞിന് ടീ കുടിച്ചു. ടീ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അത്ര ഓവർ റേറ്റും ഇല്ല, നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ഫുഡ് കഴിച്ചു. ഞങ്ങൾ 7 മണിക്ക് പോയ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നത് 11 മണിക്കാണ്. നമുക്ക് വീട്ടുകാരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതാ ആരുമില്ലേ? റിയാക്ട് ചെയ്യാൻ ആളില്ല. ഒന്ന് റിയാക്ട് ചെയ്യൂ. ഒന്ന് റിയാക്ട് ചെയ്യൂ. ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എത്തിയല്ലോ അല്ലേ? ഇപ്പോഴെങ്കിലും എത്തിയല്ലോ അല്ലേ? അല്ല അമ്മമ്മ, എന്താണ് പുതച്ചു മൂടിയിട്ടൊക്കെ ഇരിക്കുന്നത്? അതാ എന്താ കാണാത്ത? ഇപ്പൊ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ട് വണ്ടി കഴുകുകയാണ്. അപ്പു ഞങ്ങൾ രാവിലെ കഴുകിയാൽ മതി അപ്പൂ അപ്പൂ എന്ന് പറഞ്ഞതാണ്. പക്ഷെ ചെക്കൻ ഇപ്പൊ തന്നെ വണ്ടി കഴുകണം. അപ്പു അവിടെ പണിയെടുക്കുന്നു, ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പാവൻ്റെ അപ്പു അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ചുമ കണ്ടോ, ഫോണ് നോക്കിയിരിക്കുന്നു. ഞുഞ്ഞു കണ്ടോ, തെക്കും വടക്കും നടക്കുന്നു. രാത്രി യാത്രയില്ല. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.